Today we are going to discuss how to create links in HTML. So to create links in HTML, we are using a tag. A means anchor. So what do you mean by a hyperlink? All of you know hyperlink is an element, and when we click that hyperlink, it moves to the another document or to the different section of the same document. അപ്പോൾ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ HTML ഉപയോഗിക്കുന്ന ടാഗാണ് എ ടാഗ്. എ ടാഗിൻ്റെ ഫുൾ ഫോം ആങ്കർ ടാഗ് എന്നാണ്. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പർ ലിങ്ക് ഒരു എലിമെൻ്റ് ആണ്. ആ എലിമെൻ്റ് എന്ന് പറയുന്നത് അതൊന്നെങ്കിലും ഒരു ടെക്സ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഇമേജ് ആവാം. ടെക്സ്റ്റ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒന്നെങ്കിലും ഒരു ടെക്സ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഇമേജ് ആവാം. ആ എലിമെൻറ്റിലോ ഇമേജിലോ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഒന്നെങ്കിൽ വേറൊരു വെബ് പേജിൽ ഓപ്പൺ ആവും, അല്ലെങ്കിൽ it will move to the different section of the same document. Okay, and the second point is it is a container tag. അപ്പോൾ അതിന് ഓപ്പണിംഗ് ടാഗും ഉണ്ട്, അതിനൊരു ക്ലോസിംഗ് ടാഗും ഉണ്ട്. But next we are moving on to the attribute of a tag. The first and very important attribute of a tag is href. അപ്പോൾ hrefന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ്. H stands for hypertext and ref stands for reference. ഓക്കെ, അപ്പോൾ ഈ href എന്ന് പറയുന്നത് നമ്മുടെ IMGയിലെ SRC ആട്രിബ്യൂട്ടിനോട് ഏകദേശം സിമിലറാണ്. SRC ആട്രിബ്യൂട്ട് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്? We use SRC attribute to give the path where the file is stored. In the similar way, href attribute is used to give the URL to which the hyperlink should be provided. അപ്പോൾ എങ്ങോട്ടേക്കാണ് ആ ലിങ്ക് കൊടുക്കേണ്ടത്, ആ ലിങ്ക് കൊടുക്കുന്നതിൻ്റെ URL കൊടുക്കാൻ വേണ്ടിയിട്ടാണ് href നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ എ ടാഗിൻ്റെയും ഓപ്പണിംഗ് ടാഗ് എ ടാഗിൻ്റെയും ക്ലോസിംഗ് ടാഗ് എ ടാഗിൻ്റെയും ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ഡിഫറെൻറ്റ് കളറിലും അണ്ടർലൈനിലും വരും. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് ലിങ്കിൻ്റെത്. എപ്പോഴും അതൊരു അണ്ടർലൈൻഡ് ആയിരിക്കും, അതുപോലെ തന്നെ കളർ ഡിഫറെൻ്റ് ആയിരിക്കും. ഹിയർ ഓൾസോ the text that is given between the opening tag A and the closing tag will be in different color, as well as it will be underlined. Okay, so I am directly moving on to the example of a tag. Here I have typed some example. ഇവിടെ ശ്രദ്ധിച്ചോളാം, ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. href is equal to I have given the link of our educational portal dhsckerala.gov.in, and I have given DHSC portal between the opening tag A and closing tag A. So DHSC portal should be displayed in different color, as well as will contain a underline. So DHSC portal എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ആണ് ഞാൻ ഓപ്പണിംഗ് ടാഗ് എൻ്റെയും ക്ലോസിംഗ് ടാഗ് എൻ്റെയും ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ DHSC പോർട്ടൽ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കളറിലും വരണം, അത് അണ്ടർലൈനിലും വേണം വരാനായിട്ട്. ഓക്കെ, അപ്പോൾ ലിങ്ക് എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ലിങ്ക് കൊടുത്തിരിക്കുന്നത് ഏത് ആട്രിബ്യൂട്ടിലാണ്? href എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷണൽ പോർട്ടൽ dhsckerala.gov.in എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയുടെ എഡ്യൂക്കേഷണൽ പോർട്ടലാണ്. ആ പോർട്ടലിലേക്കായിരിക്കും ഡയറക്റ്റ് ആയിട്ട് അത് പോകുന്നത്. ഓക്കെ, so I am moving on to the Gianni editor. I have typed the program here. I am going to execute the program. So this is output of the program. See, here DHSC portal is displayed in our web page. It is in different color, and also it is underlined. Okay, so I am going to, this is a link which is provided using the help of the a tag href. I have already said I have given the address of the dhsckerala.gov.in. So I am going to click this link. So we have directly moved to our education portal dhsckerala.gov.in. Clear? Okay. So next we are moving on to the different types of linking. അപ്പോൾ നമ്മൾ പല ടൈപ്സ് ഓഫ് ലിങ്കിങ് ഉണ്ട്. ഇപ്പം നമ്മൾ കണ്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലിങ്കിങ് ആണ്. എന്തുകൊണ്ടാണ് അതിന് എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത്? ദ ലിങ്കിങ് is given to the different web page. നമ്മളൊരു ആ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? നമ്മളുടെ വെബ് പേജിൽ നിന്നും DHSC പോർട്ടലിലേക്ക് പോയി, അല്ലേ? അപ്പോൾ if a link is provided to a different document or to a different web page, it is known as external linking. നേരത്തെ ചെയ്ത എക്സാമ്പിൾ നമ്മളുടെ എക്സ്റ്റേണൽ ലിങ്കിങ്ങിൻ്റെ എക്സാമ്പിളാണ്. Now we are moving on to the internal linking. What do you mean by internal linking? Internal linking means if the link is provided to the
different section of the same document, it is known as internal linking. സെയിം ഡോക്യുമെൻറ്റിൻ്റെ തന്നെ അല്ലെങ്കിൽ സെയിം വെബ് പേജിൻ്റെ തന്നെ വേറൊരു സെക്ഷനിലോട്ടാണ് പോകുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇന്റേണൽ ലിങ്കിങ്. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് ഗ്രാഫിക്കൽ ഹൈപ്പർലിങ്ക്സ്. ഐ ഹാവ് ഓൾറെഡി സെഡ് hyperlink is an element. That element can be a text or an image. ലിങ്ക് എന്ന് പറയുന്ന ഒരു എലിമെന്റ് ആണ്. അത് ഒന്നെങ്കിൽ ഒരു ടെക്സ്റ്റ് ആവാം അല്ലെങ്കിൽ ഒരു ഇമേജ് ആവാം. മുന്നേ നമ്മൾ കണ്ട എക്സാമ്പിൾ ഒരു ടെക്സ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. ഐ ഹാവ് ഗിവൺ ദ ടെക്സ്റ്റ് ആസ് DHSC പോർട്ടൽ. ഓക്കെ, സോ ഐ ക്യാൻ ഓൾസോ ഗിവ് ആൻ ഇമേജ് ഇൻസ്റ്റെഡ് ഓഫ് എ ടെക്സ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇമേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക്സ്. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഇമെയിൽ ലിങ്കിങ്. Email linking എന്ന് പറയുന്നത് the word comes email. That means if a link is provided to an email address, ഒരു ഇമെയിൽ അഡ്രസ്സിലോട്ടാണ് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് പോകേണ്ടതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആ ലിങ്കിനെ that type of link is known as email linking. Okay, so we will discuss in detail about the internal linking, graphical linking and the email linking. So first I am moving on to the attributes required for the A tag for internal linking. അപ്പോൾ ഈ 4 ടൈപ്പ് ലിങ്കിങ്ങിലും എനിക്ക് കോമൺ ആയിട്ട് വേണ്ട ആട്രിബ്യൂട്ടാണ് HREF. HREF attribute is mandatory for all the 4 types of linking we have discussed above. 4 ലിങ്കിങ്ങിലും നിർബന്ധമായിട്ടും അല്ലെങ്കിൽ A ടാഗിന് വർക്ക് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ട് ഏത് ആട്രിബ്യൂട്ട് വേണം? We require the HREF attribute. In addition to the HREF attribute, we are going to discuss what are the attributes required only for the internal linking. Okay, that the very important attribute is name. Name എന്ന് പറഞ്ഞാൽ എന്താണ്? It is name is given to identify the section that is to be opened. ഏത് സെക്ഷൻ ആണോ നമ്മൾ പറഞ്ഞു ഇന്റേണൽ ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെന്റിന്റെ വേറൊരു സെക്ഷനിലോട്ട് പോകുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ ലിങ്കിങ് അല്ലേ. അപ്പോൾ ആ ഏത് സെക്ഷനിലോട്ടാണോ പോകേണ്ടത് ആ സെക്ഷന് ഒരു പേര് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? നെയിം ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് the name is used to identify the section that is opened by the browser. Okay, to which section I have to go, that section should be named, and the name attribute helps us to name that section to which the link should be provided. Okay, HREF already നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്റേണൽ ലിങ്കിങ്ങിൽ HREF ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ സെക്ഷനിൽ ഒരു പേര് കൊടുക്കും എന്ന് പറഞ്ഞു. That name should be preceded by the hash sign. അപ്പോൾ HREFൽ ഡാറ്റ കൊടുക്കുമ്പോൾ ആ ഒരു സെക്ഷനിൽ പേര് നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞു. ആ പേരിന്റെ മുന്നിലായിട്ട് എന്ത് വേണം? ഒരു ഹാഷ് സിമ്പിൾ നിർബന്ധമാണ്. ഇൻ ദ കേസ് ഓഫ് ഇന്റേണൽ ലിങ്കിങ്. ഓക്കെ, സോ hash should be preceded before the name of the section that is given along with the HREF. Clear? Okay, so we are directly moving on to the illustration of A tag in the case of internal linking. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മൾ നെയിം കൊടുക്കുന്നത്. ഇവിടെ ഞാൻ കൊടുത്തു നെയിം ഇൻട്രൊഡക്ഷൻ. ഒരു സെക്ഷന് ഞാനൊരു പേര് കൊടുത്തിരിക്കുവാണ് ഇൻട്രൊഡക്ഷൻ ഞാൻ അവിടെ ടെക്സ്റ്റും I have written introduction between the opening tag A and the closing tag A. So this introduction will come in different color and also it will be underlined. Okay, so next one I have given some information about the introduction. Environment pollution is a wide-reaching problem and it is likely to affect the health of human population. The various populations are, see, HREF. Here I am going to provide the link. HREF. See, I have given hash symbol along with the name of the section. So air is the name of the section to which the link should be provided, and the link contains the name air pollution, that is closed. Again I am going to give the A tag AHREF is equal to hash water. So water is the name of the section. Okay, since it is the name of the section, it is preceded by the hash symbol, and again the text that is provided is water pollution. Okay, so this will be in different color and also it will be underlined. Okay, now I am going to define that section. That the section I have given the name as air. See here name is also and the air, and the link is also air, but it is preceded. The link is preceded by the hash symbol. Okay, so I have given some description about the air pollution. The air we breathe is an essential ingredient of health and well-being. Unfortunately, polluted air is a common in development countries.
Okay, next I am going to give the name for a different section. I have given this section name as water. See here, the name of the section is also water. I have given the link as also water. It is preceded by the hash symbol. Okay, so this section will contain the name water. This section will contain the name air. That means this section will contain the air, is named as air, and this section is named as water. Okay, now let us see how this will work. See, this is internal linking, and I am going to execute this program. This is our output. Here air pollution is in different color because it is a link, and I have already said the text that is given between the opening tag A and the closing tag A will be displayed in different color, and it will contain an underline. So I am going to click this air pollution. See, it automatically goes to the section of air pollution. Okay, next I am moving forward. I am going to click the water pollution. This automatically goes to the water pollution. Okay, now I am going to click the go to introduction. I am going back to the introduction. So I am going to press the go to introduction link. Goes to the introduction link. Okay, so we have already understood that the internal linking means link is provided to the different sections of the same document. Clear? Okay. So now we are moving on to the third hyperlink, graphical hyperlink. Graphical hyperlink എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റിന് പകരമായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഇമേജ് കൊടുക്കുന്നു. അത്ര ഗ്രാഫിക്കൽ ഹൈപ്പർലിങ്കുമായിട്ടുള്ള ടെക്സ്റ്റ് ഹൈപ്പർലിങ്ക് ഗ്രാഫിക്കൽ ഹൈപ്പർലിങ്കുമായിട്ടുള്ള വ്യത്യാസം അത്രയേ ഉള്ളൂ. ടെക്സ്റ്റിന് പകരമായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഗ്രാഫിക്കൽ ഹൈപ്പർലിങ്ക് കൊടുക്കുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫിക്കൽ ഹൈപ്പർലിങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൈപ്പർലിങ്ക്സ് ആർ പ്രൊവൈഡഡ് ബൈ യൂസിങ് IMG ടാഗ്. നമുക്കറിയാം ഒരു ഇമേജ് കൊടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ടാഗാണ് ഏത് ടാഗ്, IMG ടാഗ്. അപ്പോൾ ടാഗിൻ്റെ ഉള്ളിൽ ഏത് ടാഗ് കൊടുക്കണം, IMG ടാഗ് കൊടുക്കണം. ഏതാണോ ടെക്സ്റ്റിന് പകരമായിട്ട്, ടെക്സ്റ്റിൻ്റെ സ്ഥാനത്ത്. In the previous example we have said that text that is typed between the opening tag A and the closing tag A will be displayed. അല്ലേ, ടെക്സ്റ്റ് ഓപ്പണിംഗ് ടാഗ് എൻ്റെയും ക്ലോസിംഗ് ടാഗ് എൻ്റെയും ഉള്ളിൽ കൊടുക്കുന്ന ടെക്സ്റ്റ് ആയിരിക്കും അവിടെ ലിങ്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത് നമുക്കിവിടെ എന്ത് വരണം, ടെക്സ്റ്റിൻ്റെ സ്ഥാനത്ത് എന്ത് വരണം, ഇവിടെ IMG ടാഗ് ഉപയോഗിക്കണം. അപ്പോൾ IMG ടാഗ് ടാഗിൻ്റെ ഉള്ളിൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഏത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഗ്രാഫിക്കൽ ഹൈപ്പർലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദി എക്സാമ്പിൾ. സീ ഹിയർ, ദിസ് ഇസ് എക്സാമ്പിൾ. See, I have given the tag AHRE, same example I have given. I am going to the educational portal. Inside, in the previous example, we have given here as DHSC portal. For example, നമ്മൾ ഇവിടെ എന്തായിരുന്നു കൊടുത്തത്, ടെക്സ്റ്റ് DHSC portal ആയിരുന്നു കൊടുത്തത്. ആ സ്ഥാനത്ത് ഞാൻ ഇവിടെ എന്ത് കൊടുത്തു, I have used the IMG tag. So here, instead of the text DHSC portal, what image I have given here will be displayed. Okay, now I have closed the tag with the closing tag /a. Okay, so I am moving on to the Gianni editor. Let us look how this will work. I am going to execute the program. See, this is the output. ഇവിടെ നമ്മൾ വ്യത്യാസം കണ്ടത് എന്താണ്, മുന്നിലത്തെ പ്രോഗ്രാമിൽ DHSC പോർട്ടൽ എന്ന് എഴുതിയിരുന്നു, ഡിഫറെൻറ്റ് കളറിൽ എഴുതിയിരുന്നു, താഴെ ഒരു അണ്ടർലൈൻ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ IMG ടാഗ് നമ്മൾ DHSC പോർട്ടലിൻ്റെ സ്ഥാനത്താണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങോട്ടേക്ക് പോകണം, DHSC പോർട്ടലിലേക്ക് പോകണം. Let us see how this works. See, it have directly gone to the DHSC portal. Clear? Okay. So we are moving on to our last linking, email linking. So email hyperlink can only be created by using the email hyperlink protocol mail2. mail2 എന്ന് പറയുന്ന പ്രോട്ടോകോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്.
അപ്പോൾ ഇമെയിൽ ടു എന്ന് പറയുന്ന പ്രോട്ടോകോളിൻ്റെ സഹായത്തോടു കൂടിയാണ് we are creating email linking. That's the only point that should be noted here. Email linking is provided using the hyperlink protocol mail2. Okay. So we are directly moving on to the example. Here I am going to display the address provided, and the address contains the email ID of our school. Okay, or I can directly go to the email ID of our school by clicking the email link. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഞാനൊരു അഡ്രസ്സ് നമ്മുടെ സ്കൂളിൻ്റെ അഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നു. ആ അഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ സ്കൂളിൻ്റെ മെയിൽ ഐ ഡിയോടെ കാണിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ മെയിൽ ഐ ഡിയിലേക്ക് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, സോ സി ഹിയർ I have given the address at Principal St. Sebastian HSS Pallurthi, Cochinton. Address ഞാൻ ക്ലോസ് ചെയ്തു. AHREF is equal to, see here I have used the protocol mail2 followed by a colon. Then I have given the address, email address to which I have to provide the link. ഏത് ലിങ്കിലേക്കാണോ ഏത് അഡ്രസ്സിലേക്കാണോ എനിക്ക് ലിങ്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് അഡ്രസ്സിലേക്കാണോ മെയിൽ അഡ്രസ്സിലേക്കാണോ എനിക്ക് പോകേണ്ടത് അത് ഞാനിവിടെ കൊടുക്കണം. അപ്പോൾ നമ്മളുടെ സ്കൂൾ അഡ്രസ്സിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഞാനിവിടെ നമ്മളുടെ സ്കൂളിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മെയിൽ ഐ ഡി എന്ന് പറയുന്ന ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ദിസ് മെയിൽ ഐ ഡി വിൽ ബി ഡിസ്പ്ലേഡ് ആസ് എ ലിങ്ക് വിത്ത് ഡിഫറെൻറ്റ് കളർ ആൻഡ് an underline will be displayed under the mail ID. Okay, so I am going to the Giani editor. So this is a program. I am going to execute the program. See, this is the output. We have displayed the address here, Principal St. Sebastian HSS Pallurthi, Cochinton. Here mail ID ഇവിടെ ടെക്സ്റ്റ് ആയിരുന്നു. ടെക്സ്റ്റ് അവിടെ ഡിഫറെൻറ്റ് കളർ ഡിസ്പ്ലേ ചെയ്തു. അതിനുശേഷം അണ്ടർലൈനിൽ വന്നു. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് നമ്മുടെ മെയിൽ ഓപ്പൺ ആവും. ഇൻഡിവിജ്വൽ മെയിൽ ഓപ്പൺ ആകും. ഇൻഡിവിജ്വൽ മെയിൽ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ടു അഡ്രസ്സ് ഏതായിരിക്കും? സെൻറ്റ് സെബാസ്റ്റ്യൻ HSS Pallurthi ആയിരിക്കും. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ക്ലിക്ക് ദി മെയിൽ ഐ ഡി ഹിയർ. So I have opened the Gmail option, and the from address is my address and to address is our school address. From address നമ്മളുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ അഡ്രസ്സ് ആയിരിക്കും. അതിനുശേഷം ഏത് അഡ്രസ്സിലാണോ നമ്മൾ ഇൻഡിവിജ്വൽ അഡ്രസ്സ് വേണമെന്നില്ല, ഏത് അഡ്രസ്സാണോ ഞാൻ ഓപ്പൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ അഡ്രസ്സായിരിക്കും ഫ്രമിൽ വരുന്നത്. ടൂയിൽ വരുന്നത് ഞാൻ എൻ്റെ HTML കോഡിൽ കൊടുത്തിരിക്കുന്ന mail2ൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് എന്താണോ അതായിരിക്കും ടൂയിൽ വരുന്നത്. ഹിയർ ഐ ഹാവ് ഗിവൺ our സ്കൂൾ അഡ്രസ്, സോ ഇറ്റ് ഹാവ് ഡയറക്ട്ലി ലിങ്ക് ടു അവർ സ്കൂൾ അഡ്രസ്. അപ്പോൾ നമുക്കിവിടെ ടൈപ്പിംഗ് അവോയ്ഡ് ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മളുടെ സ്കൂൾ അഡ്രസ്സിലേക്ക് പോകുന്നു. Hope all of you have understood about the email linking. So we have completed our linking portion. In the next class, we will be discussing about how to create tables in HTML. Okay, thank you.